നിരകൾ നിറയുമക തളിരിൽ വിളയുമൊരു താളം ലളിത സരള പദമൊഴുകി വഴിയുമൊരു പുതിയ കവിതയുടെ ഈണം കക്ഷി കരി സരി രി സരി പാ പനി പനി സനി സരി സരി ഗരി ഗ പനി സ രി സനി രി സരി പ ക പനി സരി പനി പ ഗ പ ഗരി ഗരി സരി സ മധുര മധുര സ്വര നിരകൾ നിറയുമക തളിരിൽ വിളയുമൊരു താളം ലളിത സരള പദമൊഴുകി വഴിയുമൊരു പുതിയ കവിതയുടെ ഈണം മോഹം പുളകതരമോദം മോഹം പുളകതരമോദം നാദങ്ങളായി നീ വരൂ രാഗങ്ങളായി തേൻ തരൂ സരി സരി പാനി സരി 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 പഗരി സരി 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 ഗ പ ഗ പ ഗ പ ഗ പനി സരി സ ഗരി ഗരി സരി പനി സരി പഗരി സരി 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 ഗരി ഗ പ ഗ പനി പനി സ തൊഴുതു വിടരുമുഷമലരി കരളിൽ ഹിമകണിക ചൊരിയുമൊരു മാസം ഇളമ പുണരുമിരു ചിറകു ചിറകുകളിൽ അമൃത പകരുമൊരു നേരം തൊഴുതു വിടരുമുഷമലരി കരളിൽ ഹിമകണിക ചൊരിയുമൊരു മാസം ഇളമ പുണരുമിരു ചിറകു ചിറകുകളിൽ അമൃത പകരുമൊരു നേരം പാടും മനസ്സിലൊരു ധ്യാനം പാടും മനസ്സിലൊരു ധ്യാനം നാദങ്ങളായി നീ വരൂ രാഗങ്ങളായി തേൻ തരൂ പ്രിയതരമൊരു നവഗീതം വിരിയണമതിൽ ലയഭാവം പ്രിയകരമൊരു നവഗീതം വിരിയണമതിൽ ലയഭാവം നാദങ്ങളായി നീ വരൂ രാഗങ്ങളായി തേൻ തരൂ ഗുഡ് 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 ശ്രേയ ആ ചേച്ചി ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. താങ്ക് യു ചേച്ചി എന്റെ ഡ്രസ്സും ഭയങ്കര രസമുണ്ടായിരുന്നു. എന്തായിരുന്നു അത് അശ്വിൻ? ഒന്നുകൂടെ പറയോ? ആ ഒരു സീൻ ഒന്നുകൂടെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യൂ പ്ലീസ്. അങ്ങനെയല്ല, പിന്നെങ്ങനെയാ? ഞാൻ പറയണത് പോലെ അങ്ങ് പാടിച്ചാ മതി. ഓക്കെ, അപ്പൊ പാട്ട് എങ്ങനെയുണ്ടായെന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, നന്നായിട്ട് പാടി ശ്രേയ. താങ്ക് യു സർ. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. മ്യൂസിക് ചെയ്തിരിക്കുന്നത് കണ്ണൂരാജൻ മാസ്റ്റർ ആണ്. സന്തോഷം. ലിറിക്സ് ചെയ്തിരിക്കുന്നത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാറാണ്. സന്തോഷം. പിന്നെ പാടിയത് ചിത്രാമ്മ. കൊറേ സന്തോഷം. സിനിമ നിന്നിഷ്ടം എന്നിഷ്ടം. ശ്രേയ നന്നായിട്ട് പാടി ശ്രേയ. താങ്ക് യു സർ. പക്ഷേ ശ്രേയക്ക് ഒരു ഗുരുത്വമില്ല. കാര്യം ഒരു ഗുരു നിന്നെയാണ് ഞാൻ കണ്ടത്. കാര്യം അങ്ങനല്ല, ഞാൻ പറയുന്ന പോലെ പാടിയാ മതി എന്ന് പറ ഒരു ആലാ അങ്ങനൊന്നും ഗുരു പറഞ്ഞിട്ടേ. അണ്ണാച്ചി എനിക്കത് തോന്നി. കാരണം ഞാൻ പറയുന്ന പോലെ പാടിയാ മതി എന്ന് പറഞ്ഞ ഉടനെ പുള്ളിക്കാരി ഒരു അതെന്താണ് അങ്ങനെ? അതെനിക്ക് അറിയില്ല സർ. എന്താ അങ്ങനെ പറയരുത്. കാര്യം ഒരു ഗുരു പറയുന്നത് കേൾക്കണം. ഓക്കെ സർ. അത് ഗുരു പറഞ്ഞത് ഒരു വൃത്തികെട്ട ടോണിലാണെങ്കിൽ അത് കേൾക്കാനുള്ള കേൾക്കാൻ ബാധ്യസ്ഥയാണ്. അപ്പൊ അങ്ങനെ പാടിക്കഴിഞ്ഞാൽ അവിടുന്ന് മാർക്ക് കുറയ്ക്കല്ലേ? ഞങ്ങള് കുറയ്ക്കത്തില്ല. ഞങ്ങള് ഗുരു നിന്നെ ഞങ്ങള് സപ്പോർട്ട് ചെയ്യത്തില്ല. അത് ശരിയല്ല. അതാ വേറൊന്നുമല്ല അണ്ണാച്ചി, അശ്വിനെ ഗുരുവായിട്ട് കാണുന്നില്ല. അതാണ് അശ്വിനെ ഒരു കുരുവായിട്ടാ കാണുന്നത് അല്ലേ? അശ്വിൻ ഗുരു. അശ്വിനെ നന്നായിരുന്നു അശ്വിൻ. അപ്പൊ അതൊക്കെ നന്നായിരുന്നു. നന്നായിട്ട് പാടി. ഈ ലോ പോർഷൻ ആണ് എനിക്കൊരു പ്രോബ്ലം തോന്നി തുടക്കത്തില് കേട്ടോ. പിന്നെ അത് ശരിയായി. പിന്നെ അതൊന്ന് ഫൈനാക്കാം.
അതിൻ്റെ ഇടയ്ക്ക് ഒരു ആലാപ്പ് വന്നില്ല ചരണത്തില്. അത് അതെന്താണ് അവിടെ? അത് കൃത്യമാവണം. ഓക്കെ സാർ. അത് എന്താണെങ്കിലും പാട്ടവർക്ക് അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവും. അത് ചെറിയ ശ്രദ്ധിച്ചോണ്ടാ മതി. ഓക്കെ സാർ. പിന്നെ പ്രിയതരമൊരു നവഗീതം അങ്ങനെ ഒരു സിംഗപ്പേഷൻ ഇല്ലേ? അത് എന്റെ തലയിൽ കിടക്കുന്നതാണോ? അത് അങ്ങനെ ഉള്ളതായിട്ട് ഭാവമൊക്കെ ഈ ഗീതം തക്കിട്ടത്വം എന്നൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ശ്രദ്ധിച്ചോളുക കേട്ടോ. അത്രയൊക്കെ ഉള്ളു. പിന്നെ എൻ്റെ അമ്മായച്ചൻ്റെ പാട്ടെടുത്തോണ്ടൊന്ന് പാടിയതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. കുറെ സന്തോഷം കേട്ടോ. മോളെ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. വളരെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ അശ്വിന്റെ ആ ഒരു കമാൻഡിങ് ഓർ അത് നന്നായിരുന്നു. ആടെ എന്നൊക്കെ പറയുന്നത് അത് കൊള്ളാം. പിന്നെ മോള് പാടിയത് നന്നായിരുന്നു. ഈ പറഞ്ഞ സ്ഥലങ്ങളാണ് എനിക്ക് ഈ നാദങ്ങളായി നീ വരൂ തേൻ തരൂ ആ പോർഷൻ ഒന്ന് ക്ലാരിറ്റിയോട് കൂടി ഒന്ന് പാടിക്കുന്നു. നാദങ്ങളായി നീ വരൂ ശ്രുതിയിൽ സനിപ്പാ തേൻ തരൂ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത്. എന്തെങ്കിലും ഒരു മെലഡി ഉണ്ടോ അതിനകത്ത്? തേൻ തരൂ അങ്ങനെ പോവാണോ? കുറച്ച് മെലഡി ഉണ്ട്. ആ കുറച്ച് ഒരു ഭംഗി ഇരുന്നോട്ടെ. പിന്നെ ആ സ്വരസ്ഥാനങ്ങളില് സരിഗപനി ഗപനിസ ആ ഒരു എൻഡിങ് പോർഷൻ ഉണ്ടല്ലോ ആദ്യത്തെ സ്ലോട്ടില് ഇപ്പൊ കറക്റ്റായി. അതിന് ആ സ്വരസ്ഥാനത്തിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ തൊഴുതു. പിന്നെ ആ ഇപ്പൊ പാടിച്ചില്ലേ ആലാപനം. ഇത്രയൊക്കെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ നന്നായിരുന്നു കേട്ടോ. നല്ല വോയിസ്, നല്ല എന്താണ് ഒരു സുഖം ഉണ്ടായിരുന്നു പാടുന്നത് കേൾക്കാൻ. പിന്നെ കണ്ണൂരായ മാഷെ പറ്റി പറയേണ്ട കാര്യമില്ല. എത്ര പാട്ടുകളാണ് അദ്ദേഹത്തിന്. ആ എല്ലാം എത്ര പാട്ടുകൾ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിമിഷം അത് ഒരു 1.5 പാട്ടാണ്. അങ്ങനെ ഓർമ്മകൾ വീണ്ടും തന്നതിന് നന്ദി. നന്നായിട്ട് പാടി. ഗുഡ് ലക്ക്. ചേച്ചി ശ്രേയ, ആദ്യം ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് ഇഷ്ടമുള്ള ഒരു കളർ കോമ്പിനേഷനാണ് മോളുടെ ഡ്രസ്സ്. ശരിക്കും കാണാനും ആ ചിരിച്ച് പാടിയതും എല്ലാം മനോഹരമായിരുന്നു. ഡാൻസ് ചെയ്ത ആ കുട്ടിയും വളരെ നല്ലോണം സപ്പോർട്ട് ചെയ്തു. പിന്നെ നമ്മുടെ ഓറഞ്ച് വാച്ചിട്ട മാഷ് ഗുരു കലക്കി സൂപ്പറായിരുന്നു. പിന്നെ മോളെ പാട്ട് എന്ത് ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. പിന്നെ ഞങ്ങള് കണ്ണൂർക്കാർക്കുള്ള ഒരു അഭിമാനം, ഞങ്ങളുടെ അഭിമാനമാണ് കണ്ണൂർ രാജൻ സാർ. അപ്പം എത്ര മനോഹരമായ പാട്ടുകൾ. ഈ പാട്ടുകളൊക്കെ ഇപ്പോഴും നമ്മളൊക്കെ വേദിയിൽ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ട്. ഇതിനൊന്നും ഒരു മരണമില്ല. ഈ പാട്ട് ഇത് ഇനിയും എല്ലാ കാലങ്ങളിലും നിലനിൽക്കും. അതിലുള്ള ഒരു മുത്ത് എടുത്തു കൊണ്ടുവന്നു മോള്. അത് നന്നായിട്ട് പാടി. എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ചില പോർഷൻസ് പാടുമ്പോൾ ഈ താഴത്തെ പോർഷൻസ് പാടി വരുമ്പോഴത്തേക്ക് ഒരു ചെറുതായിട്ടൊരു അടപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ബേസ് പ്രശ്നമുണ്ട്. ഞാനിപ്പം അച്ഛനോട് ചോദിച്ചിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ശരിയായി വരുന്നുണ്ട്. ശരിയാക്കി എടുക്കുക അത്. കാരണം അത് മാത്രം എനിക്ക് തോന്നിയത്. അല്ലാതെ മോള് നന്നായിട്ട് തന്നെ പാടി. ഇഷ്ടപ്പെട്ടു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. ഓക്കെ മാക്സ് ചോദിക്കാം. എംജി സർ ഓ പഴോ എങ്കിൽ എന്നോട് പറ ഐ ലവ് യു. ഐ ലവ് യു സർ. ഒരു 8.8 അല്ല അല്ലേ? കാരണം എനിക്ക് പാടിയത് ഇഷ്ടപ്പെട്ടു. അല്ല എന്നാ 9. യെസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. കാരണം ആ ലോവർ പോർഷൻ മാത്രമാണ് എനിക്ക് തോന്നിയ ഒരു വലിയ സീരിയസ് മിസ് ചെയ്തത്. ഒരു കോമ്പറ്റീഷൻ അല്ലേ, പാടുമ്പോൾ ശൈലമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകും. എന്നാലും ആ ലോവർ പോർഷൻ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. താങ്ക് യു സർ. ശരത് സർ. ചേച്ചി മോളെ, എനിക്കും ഇതേപോലെ സെയിം അഭിപ്രായമാണ്. ആ ലോവർ പോർഷൻസ് മാത്രം ഒന്ന് കറക്റ്റ് ചെയ്യണം. തുടക്കത്തിലുള്ള ഹമ്മിങ് അതല്ലാതെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. 9 മാർക്സ്. ടോട്ടൽ 18 മാർക്സ്. സൂപ്പർ. കണ്ണങ്ങ് നിറഞ്ഞൊഴുകും അവളുടെ.
സന്തോഷം കണ്ട്. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. Ni pa ma ga sa sa